ആരാ? ഞാനാ, ഡ്രൈവർ പാച്ചുപിള്ള. കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടാ. ഞാൻ കാത്തിരിക്കായിരുന്നു. മുമ്പ് എവിടായിരുന്നു? ആനത്താനം, ആനവളരി, കൊല്ലംകുളം, കൊട്ടുവാപ്പള്ളി. താൻ ഈ കിഴക്കന്മാർ അച്ചായന്മാരങ്ങ് ഓടിച്ചിട്ടുള്ളൂ, നല്ല നായന്മാരുടെ ഒന്നും ഓടിച്ചിട്ടില്ലേ? അതിനല്ലേ ഇവിടുത്തെ ഓട്ടിക്കാമെന്ന് വെച്ചത്. വണ്ടി എടുത്ത് കാണട്ടെ. ഓ, ഭഗവാനേ. എവിടെ നോക്കി അവിടെ ഉണ്ടാക്കുന്നത്? മകനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരൻ നിർത്തില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ പോന്നതാ. നാശം പിടിച്ചോലെ ഭ്രാന്താശുപത്രിയിലും കൊണ്ടിട്. ഇങ്ങനെ ഈ ഒരു ചിന്തയുള്ളൂ. എനിക്ക് മടുത്തമ്മേ, ഞാൻ വല്ല വഴിക്കും പോവാ. നീ പോയാൽ എനിക്കാരാ? ഞാനും സഹിക്കാണ് മോനെ. എനിക്കൊരു ഭർത്താവ് വേണം, നിനക്കൊരു അച്ഛൻ വേണം, നമുക്കൊരു കുടുംബം വേണം. എന്ത് കുടുംബം? ഇതാണോ കുടുംബം? പുറത്തിറങ്ങി എനിക്കെന്താ അഡ്രസ്? അമ്മയുടെ വീട്ടിൽ പോയ എനിക്കെന്താ അഡ്രസ്? ആ വട്ടിന്റെ മകനെന്നല്ലേ? ആരെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ അച്ഛനൊന്ന് സമ്മതിക്കണ്ടേ? Consulting time up to 8 o'clock. എന്തിനാ ഇത്? രോഗികളെ തൊട്ടെന്ന് പിടിച്ചു നോക്കിയിരിക്കില്ലേ? അതിനുകൂടി സൗകര്യമുള്ള രോഗികളെയാണല്ലോ വരുത്തുന്നത്. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നതാ എഴുതി വെച്ചിരിക്കുന്നേ? മനഃശാസ്ത്രജ്ഞന്റെ മറുപടി: രോഗവിവരം വ്യക്തമല്ല, ശാലിനി നേരിൽ കാണുക. മാസികയിലുള്ള ക്ഷണം ശാലിനി നേരിൽ കാണണം. എന്തിനാ? കുട്ടി, മാസികയിൽ വായിച്ചത് നീ മനസ്സിലാക്കാഞ്ഞിട്ടാ. ഓഹോ, പിന്നെ മലയാള ഭാഷ വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. സോപ്പിട്ട് കൈ കഴുകിയാൽ എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. ഓ, ഒരു ഡോക്ടർ കുറെ രോഗികൾ. എനിക്കറിയാം എന്റെ ജീവിതം നശിച്ചെന്ന്. എന്താ ക്ലാരെ, എനിക്ക് നീ അല്ലാതെ പിന്നെ ആരാ?
എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ എന്താ ഇങ്ങനെയൊക്കെ? ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു. വിളിക്കാം. അന്ന് കാറില് ഞങ്ങളായിരുന്നു. ഇരിക്കൂ. ഇരിക്കുന്നില്ലേ? എന്റെ മകനാണ്. അടുത്ത വീട്ടിൽ ഞങ്ങൾ താമസമാക്കി. ഓ ഐ സി. വി ആർ നൈബേഴ്സ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു, അമ്മു മെഡിക്കൽസ്. ആ വാട്ടർ ടാങ്കിന് ഓപ്പോസിറ്റ്. അമ്മു പേരായിരിക്കും അല്ലേ? അതെ, അദ്ദേഹം വിളിക്കുന്നത് അമ്മുക്കുട്ടി എന്നാ. എന്താണ് വിശേഷം? ഡോക്ടർ, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പറയൂ. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു. ഈ നിമിഷം വരെ ഞാൻ മാനസികമായി വേദനിക്കുകയാണ് ഡോക്ടർ. കാരണം? അദ്ദേഹത്തിന് എന്നെ എപ്പോഴും സംശയമാണ്. എടി പെണ്ണെ, നിന്നോട് പറഞ്ഞിട്ടില്ല മുൻവശത്ത് നിൽക്കരുതെന്ന്. അടുക്കള പോ. കൂട്ടുകാരെ വീട്ടിൽ അടുപ്പിക്കില്ല, ചെറുപ്പക്കാരായ ഡ്രൈവർമാരെ വീട്ടിൽ വയ്ക്കില്ല, എഴുത്തു കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ വരെ കൂട്ടി എന്നെ സംശയമായി. അയാളെ പേടിച്ച് ആ വീടും വിറ്റാണ് ഇങ്ങോട്ട് പോന്നത്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ തന്നെ. ബട്ട് ഹി ലവ്സ് യു. പേരിലുള്ള അമ്മു മെഡിക്കൽസ്, ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓമന പേര് അമ്മുക്കുട്ടി. അമിതമായ സ്നേഹത്തിന്റെ സാച്ചുറേഷനിൽ ഉണ്ടാകുന്ന ഒരുതരം പൊസഷനാണ്. ഇതിനു മുമ്പ് നിങ്ങൾ വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? വീട്ടുകാർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. വാട്ട് ഈസ് ഹിസ് ഏജ്? 55 വയസ്സായി. അതെന്ത് പറ്റി? നിങ്ങൾ തമ്മില്? അച്ഛന്റെ റിട്ടയർമെന്റ്, രോഗം, വീട്ടിലെ പരിതസ്ഥിതി എല്ലാം കൂടി ഓർത്തപ്പോ ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ആരെങ്കിലും പിന്നീട് ഈ വിവാഹത്തെ പറ്റി വിമർശിക്കാറുണ്ടായിരുന്നു? സുഹൃത്തുക്കളുടെ വീടുകളിൽ വിരുന്നിന് പോകുമ്പോ പ്രായവ്യത്യാസത്തെ ചൊല്ലി അവരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു മാതിരിയാകുമായിരുന്നു. That's it. പ്രായമാകും തോറും ആ ഭയം അദ്ദേഹത്തോടൊപ്പം വളർന്നുകൊണ്ടിരുന്നു. യൗവനം നഷ്ടപ്പെടാത്ത ഭാര്യ, പ്രായമായ താൻ. ഈ അപകർഷതാബോധം തന്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായി തീർന്നു. ഇത്തരം രോഗികൾക്ക് മരുന്നുകൊണ്ടല്ല ചികിത്സ, മനസ്സുകൊണ്ടാണ്. സ്വന്തമാണ് എന്നുള്ള ദൃഢവിശ്വാസം അദ്ദേഹത്തിന്റെ ബോധമനസ്സിൽ വളർത്തിയെടുക്കുക. പ്രിയ വിശ്വാസികളെ, ഇന്ന് നാം കാണുന്നത് സഹോദരൻ സഹോദരനെതിരായും, മക്കൾ മാതാപിതാക്കൾക്കെതിരായും, ഭാര്യ ഭർത്താവിനെതിരായും, ജനം ജനത്തിനെതിരായും, രാജ്യം രാജ്യത്തിനെതിരായും വാളോങ്ങുന്ന പ്രവണതയാണ്. ഇതിനെല്ലാം കാരണഭൂതമായ കാര്യമെന്താണ്? മനുഷ്യ ശരീരത്തിലെ കേവലം ഒരു തുണ്ട് മാംസം മാത്രമാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെന്താണെന്ന് ഞാൻ കാണിക്കട്ടെ. ഈ നാവാണ് ഇതിനെല്ലാം കാരണം.
വിശ്വാസികളെ, നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണം. അച്ഛൻ അവിടെ പ്രസംഗിക്കുന്നു, ഇവിടെ ഓരോരുത്തരും ചിരിക്കുന്നു. എന്നാ കണ്ടിട്ടാ എന്നെ അമ്മേ ചാച്ചനൊന്ന് ചിരിച്ചോണ്ടിപ്പോ എന്നാ നിനക്കെന്നാ അറിയാം അവിടെ പോയി കേട്ടടിക്ക്. ഓ ചാച്ചന്റെ കണി. മഹാകവി വള്ളത്തോളിന്റെ പ്രസിദ്ധ കവിതയ്ക്ക് സഞ്ജയൻ എഴുതിയ പാരടി. ബോറടി. ചട്ടറ്റതുന്യാസങ്ങൾ ചെയ്യുമീ ഭൂകീന്ദ്രന് പട്ടണ നടുത്തട്ടും ഭാര്യ വീടായേ തോന്നു. നമസ്തേ വഴിച്ചണ്ടേ, നമസ്തേ വൈക്കോൽക്കുണ്ടേ, നമസ്തേ കുണ്ടാമണ്ടിക്കുണ്ടിലെ പ്രസിഡന്റ്. ഒരു മിനിറ്റ് സാർ. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എന്താ നമുക്കെല്ലാം വർഷങ്ങളായി പരിചയമുള്ള CP ആന്റണി ഇപ്രാവശ്യവും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കണം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവൻ നേർച്ചക്കോഴിയാണ്. ഈ കോളേജ് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള KSUവിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രാവശ്യവും ഞാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി. യൂണിവേഴ്സിറ്റി സിംഗർ സഞ്ജുവിനെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടണം. പാടണം 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 പാടണം. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ. വോട്ട് എനിക്ക് തരില്ലേ? വേണ്ടടാ. ശരീരം എന്ന് കുറയ്ക്കാൻ 4 പ്രാവശ്യം പ്രകൃതി ചികിത്സ ചെയ്തതാ. വാഴപ്പിണ്ടി എന്നാ ഒരു കാര്യം ചെയ്യും, ഇത്താക്കത്തിനെ ഒന്നും കൂട്ടാൻ നോക്ക്. ആഹാ
ഇതാര്? ഇന്നലെമേ ക്ലാരെ? ഇതാകട്ടാ നിനക്ക് പ്രാന്താശുപത്രി പാറായില്ലയോ? ആ ആയി വരുന്നു. ക്ലാരേ, വിളികേട്ടാത്തോന്ന് അങ്ങേരുടെ പഞ്ചാര പാല് മുട്ടായിന്ന്. എന്ത് ആത്മാർത്ഥതയാ വെളിയിലുള്ള? രാവിലെ നടക്കാനെന്നും പറഞ്ഞ് വെള്ളക്കളത്തോട്ട് ഇറങ്ങും. വല്ലവന്റെയും വാതിക്കെ ചെന്ന് വാങ്ങി നോക്കി നിൽക്കാം. അമ്മുകുട്ടി, എന്തോ? നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ ചെടി നനയ്ക്കായിരുന്നില്ലേ? ഓഹോ, മനസ്സിലായി. എന്തു മനസ്സിലായിന്നാ? പ്രദർശനം. കാലത്തെ ഉടുത്തുറങ്ങി ബാൽക്കണിയെ കയറി കണ്ടവനെ കാണിക്കുന്ന നിന്റെ ഈ കളിയുണ്ടല്ലോ, അമ്മുകുട്ടി നിർത്തിക്കോ. എന്താണ് ഇതൊക്കെ? നാട്ടുകാർ കേട്ട് നാണക്കേടാണല്ലോ. നാട്ടുകാർ കേൾക്കുന്നതല്ലേ ഉള്ളൂ. നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പ് കാണുന്നേ കുഴപ്പമൊന്നുമില്ലല്ലേ? അമ്പാടാ. എന്ത് കാണിച്ചെന്നാ? ആ, അത് കാണണെങ്കിലേ കാലത്ത് എഴുന്നേറ്റ് നോക്ക്. ചെടി നാന എന്തിനാ? കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും, എന്നെഞ്ചിലെ ദാഹം നിന്റേതാക്കി നീയും,
പത്മശാഖിയിൽ വിടരും വസന്തമായി പൂത്തുലഞ്ഞ പുളകം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിറമുള്ള കിനാവിൻ കേവുവള്ളമൂന്നി അലമാലകൾ പുൽകും കായൽ മാറിലൂടെ പൂപ്പാടങ്ങൾ തേടും രണ്ട് പൂമ്പാറ്റകളാ കാൽപ്പാടുകളൊന്നാക്കിയ തീർത്ഥാടകരാ കുളിരിന്റെ കുമ്പിളിൽ ഇനിയും മരന്തമായി കൂറി വന്ന ശിശിരം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ കാട്ടുപൂവിൻ കരളിനോടും